പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. കർത്താവിന് സുഖേല മഹത്വവും കരേറ്റിയാണ് ഈ അതിരാവിലെ കാലം. സുഖകരമായ ഉറക്കം തന്നല്ലോ, രാവിലെ കാലം കാണുവാൻ നമ്മെ സഹായിച്ചല്ലോ. അവൻ്റെ കൃപ വലിയത്, അതിനായി നമുക്ക് അവനെ നന്ദി കരേറ്റാം. ദൈവവചനമാണല്ലോ നമ്മെ ഉത്തേജിപ്പിക്കുന്നത്, നടക്കേണ്ടുന്ന പാത വഴി നമുക്ക് കാണിച്ചു തരുന്നത്. God's word is like refreshing rain that waters crops and seeds. It brings new life to open hearts and meets us in our need. The Bible is to a thirsty soul what water is to a barren land. ഒരു മഴ എങ്ങനെ വിത്തിനെ റിഫ്രഷ് ചെയ്യുന്നു, അതുപോലെ ദൈവവചനം നമ്മെ റിഫ്രഷ് ചെയ്യും. പുതിയ ജീവൻ നമ്മിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വചനം പര്യാപ്തമാണ്. ഉണങ്ങി വരണ്ട നിലത്തേക്ക് വെള്ളം വീഴുന്നു, അതുപോലെയാണ് ദാഹത്തോടെ ഇരിക്കുന്ന ഒരു ആത്മാവിൽ ദൈവവചനം വന്ന് വീഴുന്നത്. ഇന്ന് രാവിലെ കാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ തുറക്കാമേ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 10:5 2 Corinthians chapter 10 verse 5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അതിനകത്ത് 5ാമത്തെ വാക്യം മാത്രം ശ്രദ്ധിക്കുക. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നാം പിടിച്ച് അടക്കണം. ചൈനയിലെ ഒരു കാലഘട്ടത്തിലെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു പിയാനിസ്റ്റായിരുന്നു ലിയോ ഷീക്വിൻ. അവനേക്കാൾ പേരുകെട്ട ഒരു കൺസേർട്ട് പിയാനിസ്റ്റ് ചൈനയിൽ പിന്നീടുണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. 19 വയസ്സായിരുന്നു തൻ്റെ പ്രായം. പക്ഷേ ചൈനയിൽ കൾച്ചറൽ റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പാശ്ചാത്യ ഇൻഫ്ലുവൻസുള്ള സകലത്തെയും ബാൻ ചെയ്ത കൂട്ടത്തിൽ വെസ്റ്റേൺ മ്യൂസിക്കും പിയാനോ വായിക്കലും എല്ലാം നിർത്തി. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് അവന് വിട്ടുകളവാൻ ഇഷ്ടമല്ലായിരുന്നു. അവൻ അതിന് ഒരുമ്പിടാഞ്ഞത് കണ്ടപ്പോൾ അവൻ ജനത്തിൻ്റെ ശത്രുവായി മാറി. അവനെ ആൾക്കാർ കൂട്ടമായി ചേർന്ന് അടിച്ച് ഒരു തടവുപുള്ളിയാക്കി മാറ്റി. വേദന തനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. മാനസിക വ്യഥ കൂടി വന്നു. ആ കുഞ്ഞു തടവറയിൽ ഒരു ബുക്കില്ല, ഒരു കഷ്ണം കടലാസില്ല, തൻ്റെ പ്രിയപ്പെട്ട പിയാനോയുമില്ല. താൻ അവിടെ തൻ്റെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. 6 വർഷത്തിന് ശേഷം ഫിലദൽഫിയ ഓർക്കസ്ട്ര ചൈനയിൽ ഒരു കൺസേർട്ടിനായി വന്നു. ഫോർ പ്രോപ്പഗാൻഡ റീസൺസ് അന്ന് ബെയ്ജിങ്ങിൽ കളിക്കാനായി ലൂയി ഷീക്വിനെ കൊണ്ടുവന്നു. ഈ 6 വർഷക്കാലം ഒരു ഇൻസ്ട്രുമെൻറ്റും പ്ലേ ചെയ്യാതിരുന്ന ലിയോ ഷീക്ക് വളരെ ബ്രില്യൻ്റായി അന്ന് പെർഫോം ചെയ്തു. 18 മാസത്തിന് ശേഷം അവനെ അവസാനം ജയിൽ വിമോചിതനാക്കി. അപ്പോഴും ഒരു കുറവും ഒരു തെറ്റും ഒരു കുറ്റവുമില്ലാതെ, ദാറ്റ് ഈസ് ഫ്ലോലെസ്ലി, അവൻ പിയാനോ പ്ലേ ചെയ്തു. റിമാർക്കബിൾ സർവൈവലായിരുന്നു അത്. കാരണം അവൻ്റെ കൈയുടെ വിരലിൻ്റെ ചലനം മുന്നോട്ട് നീങ്ങിയത് ഒരിക്കലും അവനിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാതെ കളിക്കുന്നവനായിട്ടായിരുന്നു. ഹിസ് പ്ലേയിങ് വാസ് എമേസിങ്. 7.5 വർഷക്കാലം മ്യൂസിക് എന്നതിൽ നിന്ന് പൂർണ്ണമായി അവനെ വെട്ടി മാറ്റി ബന്ധിതനാക്കിയെങ്കിലും ഒരു ന്യൂനതയും അവനിൽ കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അവൻ തന്നെ ഡിസിപ്ലിൻ ചെയ്യുമായിരുന്നു. ഒന്നാമതായി എല്ലാ നെഗറ്റീവ് തോട്ട്സും അവൻ അടച്ചു പൂട്ടി.
എന്നിട്ട് മണിക്കൂറുകളിൽ അവനൊരു ഇമാജിനറി പിയാനോ വായിച്ചു കൊണ്ടിരുന്നു. മനസ്സിലാക്കണമേ, നമ്മുടെ ചിന്തയ്ക്ക് നമ്മിലുള്ള സ്വാധീനം എത്ര വലുതാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 and 2 അതിലെഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഒരു പ്രശസ്തനായ കൗൺസിലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വന്തം ചിന്തകൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നുള്ളത് അത്ഭുതാവഹമാണ് എന്ന്. തോട്ട് അറ്റാക്ക് ഭയങ്കരമാണ്. അത് പിശാച് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളെ, കരിയറിൽ പുരോഗമിച്ചു വരുന്ന ഒരു വ്യക്തിയെ, ആരോഗ്യത്തോടെ വളരെ റെസ്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ പിശാച് നെഗറ്റീവ് തോട്ട്സുമായി വരും. നുണയുമായി അവൻ വരും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പിശാചിൻ്റെ തന്ത്രമല്ല, ഏതിനിൽ അവൻ ആരംഭിച്ചതാണ്. എത്രയും ഏർലിയായി ഈ പിശാചിൽ നിന്ന് വരുന്ന തോട്ട് അറ്റാക്കിനെ മനസ്സിലാക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ എല്ലാ വിഷയങ്ങളും ജീവിതത്തിലെ പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തെയും മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കാം. യു ക്യാൻ ഗെറ്റ് ബാക്ക് ഓൺ ദ ട്രാക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു ഘട്ടത്തിൽ എൻ്റെ മനസ്സിനെയും ഉലച്ച ചില വിഷയങ്ങൾ കടന്നു വന്നു. ഞാൻ അതിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന തരുണത്തിൽ അതിൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരിക. നാം ബലഹീനരല്ലേ? പിശാച് നമ്മളെ കഴിഞ്ഞ് ബലമുള്ളവനായി വരുമ്പോൾ ബലമുള്ള സർവശക്തനായ ദൈവത്തോട് കൃപ ചോദിച്ച് മേടിച്ചാൽ നമുക്ക് ജയമെടുക്കാം. ഈ കൺസെപ്റ്റ് സിമ്പിളാണെങ്കിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഞാനൊരു സഹോദരി ആയതിനാൽ ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ അന്തരീക്ഷവും, നമ്മളുടെ കൂട്ടാളിയുടെയും കുഞ്ഞുങ്ങളുടെയും സന്തോഷവും നാം മുഖേന ഒരിക്കലും പോകാനിടയാകരുത്. എന്നാൽ നമ്മുടെ സന്തോഷം തന്നെ കളയുവാൻ, അതുകൊണ്ട് എനിക്ക് കൊരിന്ത് ലേഖനത്തിലെ പൗലോസ് പറയുന്ന ആ വാക്ക് വലിയ ഇഷ്ടമാണ്. പിടിച്ച് അടക്കി. പിടിക്കാൻ പോയിട്ട് തൊടാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല. പിന്നെ എങ്ങനെ പിടിക്കും? പിന്നെ എങ്ങനെ അടക്കും? പിടിച്ചടക്കണം. ഏത് വിചാരത്തെയും നാം പിടിച്ച് അടക്കണം. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിശാച് ഓരോ ചിന്തകൾ കൊണ്ടുവന്നിട്ട് നമ്മളെ പുറകോട്ടേക്ക് കൊണ്ടുപോകും. ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുഴ കണ്ടാൽ മതി, നമ്മുടെ മനസ്സിനെ പിശാച് തൻ്റെ തോട്ട് അറ്റാക്കുമായി വന്ന് കീഴടക്കും. Once you start paying attention, you will probably discover you have a lot more thought attacks than you can possibly imagine. Praise the Lord. പോലീസുകാർ അവരവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ഒരു സസ്പെക്റ്റിനെ കാണുമ്പോൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യും, ഫ്രീസ്. ഇത് വിദേശത്ത് ഈ വാക്ക് പോലീസുകാർ വളരെ ഫ്രീക്വൻ്റായി ഉപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഹാംഫുൾ തോട്ട്സിനെ നാം ഫ്രീസ് ചെയ്യണം. അത് നാം തന്നെ ഫ്രീസ് ചെയ്തേ പറ്റൂ. ഫ്രീസ് ചെയ്താൽ മാത്രം പോരാ, മേക്ക് ഇറ്റ് ഒബീഡിയൻറ്റ് ടു ക്രൈസ്റ്റ്. പൗലോസ് പറയുന്നുണ്ട് എഫേസ്യ ലേഖനം 6:12, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും
സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നമ്മുടെ ചിന്തയ്ക്ക് ശക്തിയുണ്ട്. ടു വിൻ ഓവർ ദം യു മസ്റ്റ് സബ്മിറ്റ് ടു ക്രൈസ്റ്റ് ആൻഡ് കൺട്രോൾ വോട്ട് യു അലൗ യുവർ മൈൻഡ് ടു ഡ്വെൽ ഓൺ. ചിന്ത ഏതിന്മേൽ വസിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ഒരു തോട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ വാക്യം ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് തന്നെ നാം ചോദിക്കണം, ഇത് സത്യമായതാണോ? ഇതിനകത്ത് എന്തെങ്കിലും ഘനമായ കാര്യമുണ്ടോ? ഇത് നീതിയാണോ? ഇത് നിർമ്മലമാണോ? ഇത് രമ്യമായതാണോ? ഇത് സൽകീർത്തിയാണോ? ഇതിനകത്തൊരു സൽഗുണമുണ്ടോ? ഇതിനകത്തൊരു പുകഴ്ചയുണ്ടോ? പ്രിയമുള്ള സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ചിന്താമണ്ഡലത്തെ സൂക്ഷിച്ചേ പറ്റൂ. പിശാചിൻ്റെ ഏജൻറ്റുകളായിട്ട് ചിലർ നിർമ്മലമല്ലാത്തത്, രമ്യമല്ലാത്തത്, നീതിയല്ലാത്തത്, സത്യമല്ലാത്തത്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ ഓർക്കണമേ, ഇത് പിശാചിൻ്റെ തോട്ട് അറ്റാക്കാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവേശുവിൻ്റെ അനുസരണത്തിനായിട്ട് ഏത് വിചാരത്തെയും നമുക്ക് പിടിച്ചടക്കുവാൻ കഴിയണം. ഈ ഫിലിപ്പിയ ലേഖനം 4:8 പറയുന്ന ഈ 8 കാര്യങ്ങൾ നമ്മുടെ ചിന്തയുടെ ആധാരമായി മാറട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും, നിങ്ങളെയും എന്നെയും ഒരുപോലെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല രാജാവേ, സ്വർഗീയ പിതാവേ, ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളോടും എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളെക്കുറിച്ച് കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച്, ഞങ്ങളുടെ തലമുറകളെക്കുറിച്ച് പലവിധ വിചാരങ്ങൾ, പലവിധ ചിന്തകൾ കൊണ്ടുവന്നിട്ട് കർത്താവേ, അതിനെ പിടിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം, നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചെടുക്കേണ്ടത് ചെയ്യിപ്പാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളായിപ്പോകുന്ന അവസ്ഥകളുണ്ടെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ കാലം ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാണ് പിതാവേ. നീ ഞങ്ങൾക്ക് ബലം പകരുമാറാകണമേ. സൽകീർത്തിയായതും സൽഗുണമായതുമായുള്ളത് മാത്രം, ഹല്ലേലൂയ, നീ ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് ഓർത്ത് അത് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ സകല തോട്ട് അറ്റാക്കിനെയും, ഹല്ലേലൂയ, പിശാചിൻ്റെ സകല അറ്റാക്സിനെയും പിടിച്ചെടുക്കുവാൻ, അവൻ്റെ തോട്ട് അറ്റാക്കിനെ പിടിച്ചെടുക്കുവാൻ, അവനെ പരാജയപ്പെടുത്തുവാൻ, നീ അവനെ ക്രൂസിൽ പരാജയപ്പെടുത്തിയതാണ് കർത്താവേ. എങ്കിലും തന്ത്രവുമായിട്ട് കടന്നു വരുമ്പോൾ ആയുധമില്ലാത്ത അവൻ്റെ മേൽ, ഹല്ലേലൂയ, സർവായുധവർഗം ധരിച്ചുകൊണ്ട് ജയത്തോടെ നിന്ന് വാഴുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല കർത്താവേ. പലപ്പോഴും ജഡത്തിൽ പോരാടുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്നുണ്ട് കർത്താവേ. എന്നാൽ ഹല്ലേലൂയ താവേ, പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുയേശുവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹല്ലേലൂയ നല്ല മക്കളായ ക്രിസ്തുയേശുവിൻ്റെ അനുസരണത്തിന് കീഴിൽ ജീവിപ്പാൻ്റെ കൊണ്ടുവന്ന പകൽ കാലം ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.